കാര്യം ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഹിന്ദു പിൽഗ്രിമേജ്, ഹിന്ദു ഫെസ്റ്റിവൽസ്, ഗവൺമെൻറ്റിൻ്റെ സമ്പാദ്യം, സമൂഹത്തിനുള്ള ഗുണം. ഓക്കെ, ഈ ഇടയ്ക്കായിട്ട് മഹാകുംഭമേള അവസാനിച്ചു. ഇത് ഫെബ്രുവരി 26 അവസാനിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. മഹാകുംഭമേള 144 കൊല്ലം കൂടുമ്പോഴും, പൂർണ്ണകുംഭമേള 12 കൊല്ലം കൂടുമ്പോഴും, അർദ്ധകുംഭമേള 6 കൊല്ലം കൂടുമ്പോഴും, കുംഭമേള 3 കൊല്ലം കൂടുമ്പോഴും, 3 കൊല്ലം 4 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇത് സംഭവിക്കും. അപ്പോൾ ഈ പിൽഗ്രിമേജ് ഒരു തീർത്ഥാടനമാണ് നടക്കുന്നത് കുംഭമേളയിൽ. കുംഭമേള 144 കൊല്ലം കൂടുമ്പോഴാണെന്ന് പറഞ്ഞു. ഞാൻ വലിയൊരു ഉത്സവമായിരുന്നു. മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് വെള്ളത്തിൽ മുങ്ങി കുളിച്ചതുകൊണ്ട് ദാരിദ്ര്യം തീരുമോ എന്നാണ്. പുള്ളി കൂടുതൽ ഡീപ്പ് സ്റ്റഡി ചെയ്യാത്തത് കൊണ്ടാണ്. മാത്രമല്ല, പാടത്തെ പണിക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അവരുടെ തലയിൽ കയറും എന്നുള്ളതാണ് ധാരണ. അയാളുടെ തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും. ഇനി കാര്യങ്ങൾ പറയട്ടെ. മഹാകുംഭമേളയ്ക്ക് റെക്കോർഡ് പ്രകാരം ഏകദേശം 62-63 കോടി, ചിലവർ പറഞ്ഞു 67 കോടി, പക്ഷേ റെക്കോർഡ് പ്രകാരം 63 കോടിയുടെ അടുത്ത ആൾക്കാർ അവിടെ എത്തിച്ചേർന്നു പ്രയാഗ്രാജിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ എത്രയോ ഇരട്ടി പോപ്പുലേഷനാണ് അവിടേക്ക് പോയിട്ടുള്ളത്. ഈ 45 ഡേയ്സിനുള്ളിൽ അവിടെ പോയി കഴിഞ്ഞു. അതിൽ നിന്ന് എന്താണ് ബെനിഫിറ്റ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ 2.25 ലക്ഷം കോടിയിൽ കൂടുതൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. 2.25 ലക്ഷം കോടി രൂപയോടാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട്, വലിയൊരു തുകയാണതൊക്കെ. മാത്രമല്ല, അവിടെ ബോട്ട് ഓണറും ബോട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് തന്നെ 34 കോടി രൂപ വരുമാനം വന്നിട്ടുണ്ട്. ഇത് കൂടാണ്ടാണ് 4700 കോടി രൂപയോളം ഗവൺമെൻറ്റിൻ്റെ എക്സ്ചക്കറിലേക്കും വന്നു. ഒരു തീർത്ഥാടനം നടത്തിയതിൻ്റെ, മുങ്ങി കുളിച്ചതിൻ്റെ കാര്യമാണ് ഖാർഗെക്ക് ഇത് അറിയുന്നത്. അയാൾ അറിയണം തീർച്ചയായിട്ടും. മാത്രമല്ല, ചില കമ്മ്യൂണിസ്റ്റുകാർക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹമില്ല എന്ന് മാത്രമല്ല, അറിഞ്ഞാലും അവർ അറിയാത്ത പാവം കാണിക്കായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതെല്ലാം നമുക്ക് ഗവൺമെൻറ് ബെനിഫിറ്റുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുത്തിട്ട് സമൂഹത്തിന് അറിയിക്കേണ്ടതാണ്. ഇനി മഹാകുംഭമേളയ്ക്ക് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എത്ര സ്റ്റാൾസ് ഉണ്ടായിരുന്നു, എത്രയോ സ്റ്റാൾസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ടുള്ളവർക്ക് സ്റ്റേജ് ഷോ, ഫ്രീ ആയിട്ടുള്ള ഷോ കിട്ടി, ഫോണ് കിട്ടി, അതിനുള്ള സംവിധാനങ്ങൾ, അവിടെ താമസിക്കാനുള്ള സംവിധാനങ്ങൾ കിട്ടി. ഇത് കൂടാണ്ട് തന്നെ ലോഡ്ജുകളുള്ളത്, ഇത് കൂടാണ്ട് തന്നെ റെസ്റ്റോറൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ എത്ര കാര്യങ്ങൾ നടന്നു. അതുകൊണ്ട് മഹാകുംഭമേള നടത്തിയിട്ട് രാജ്യത്തിന്, UP സ്റ്റേറ്റിന് വലിയൊരു ബെനിഫിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെപ്പോഴാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? പല 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിതിനെ പ്ലാൻ ചെയ്തു. ഒരു അമ്പലം കെട്ടിയാൽ, ഒരു ഉത്സവം നടത്തുമ്പോൾ ആൾക്കാർ വന്ന് കൂടും. ആൾക്കാർ വന്ന് കൂടിക്കഴിഞ്ഞാൽ കാശ് അവിടെ തീർച്ചയായിട്ടും സംഭാവന ചെയ്യും. തട്ടിപ്പറിയില്ല, ബക്കറ്റ് പിരിവില്ല, ഭീഷണിപ്പെടുത്തിയിട്ടുള്ള പിരിവില്ല, ഒന്നുമില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ സമാധാനത്തോടു കൂടിയിട്ടും ശാന്തിയോട് കൂടിയിട്ടും മാത്രം ആൾക്കാരിൽ നിന്ന് കാശ് പിരിച്ചെടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് എന്തൊരു പ്ലാനിങ്ങാണ് അന്ന് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും. കാരണം അറിവില്ലായ്മ കൊണ്ട് പലതും ഉണ്ടാവാതിരിക്കാം. അത് അവർ സ്റ്റഡി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇനി ഇവിടെ വരുന്നു നോക്കും, മഹാകുംഭമേളയ്ക്ക് എത്ര ആൾക്കാർ പിൽഗ്രിമേജ് പോയിട്ടുണ്ട്, എത്ര ട്രെയിൻ സർവീസുകൾ നടന്നു, എത്ര പ്ലെയിൻ സർവീസ് നടന്നു, എത്ര ട്രാൻസ്പോർട്ട് നടന്നു. ഇതിൻ്റെയൊക്കെ കണക്ക് വേറെയുണ്ട് ഇന്ത്യയിൽ. അത് UP കണക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കൂടാണ്ട് തന്നെ ഇന്ത്യ പല സ്റ്റേറ്റുകളിൽ നിന്ന് പോയിട്ടുള്ള കണക്കുകൾ അത് വേറെയാണ്. ഇനി കേരളത്തിൽ കാര്യം നോക്കും, ഇവിടെ മകം തൊഴുകലം നടന്നു. എത്ര ലക്ഷം സ്ത്രീകളാണ് പോയിട്ടുള്ളത്. ഇവിടെ അനന്തപുരിയിൽ പൊങ്കാല നടന്നു. എത്ര ലക്ഷം ആൾക്കാരാണ് പോയിട്ടുള്ളത്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കാണുന്നത്. എനിവേ, ഇത്രയും ആൾക്കാർ KSRTCക്കും പ്രൈവറ്റ് ബസ് സർവീസിനൊക്കെ കാശ് കൊടുത്തിട്ടുള്ളത് നോക്കൂ. എന്തെല്ലാം സാധനങ്ങൾ മേടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. ഇതിൻ്റെയൊക്കെ വലിയൊരു കണക്ക് വരണ്ടേ? അപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു ഉത്സവങ്ങൾ കാരണം ഗവൺമെൻറ് എക്സ്ചക്കറിലേക്ക് ഒരു വരുമാനം വരുന്നുണ്ട് എന്നുള്ളതൊരു സംശയമില്ല. ഗുരുവായൂർ ക്ഷേത്രം 10-20,000 ആൾക്കാരുടെ ഊണ് ഒരു ദിവസം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ടോട്ടൽ കണക്ക് നോക്കുകയാണെങ്കിൽ, അങ്ങനെ സോഷ്യലിസം അവിടെയല്ലേ നടക്കുന്നത്. അത് ആലോചിച്ച് നോക്കൂ, എത്ര ആൾക്കാർ സംഭാവന ചെയ്തിട്ടുള്ള കാശ് കൊണ്ടാണ് ഇവർ ഊണ് കൊടുക്കുന്നത് എന്നുള്ളത് വലിയൊരു മഹത്തായിട്ടുള്ളൊരു കാര്യമാണ്.
എത്ര ലോഡ്ജുകാർ ബെനിഫിറ്റ് ആവണം, എത്ര ബസ്സുകാർ ബെനിഫിറ്റ് ആവണം, എത്ര കച്ചവടക്കാർ ബെനിഫിറ്റ് ആവണം. ശബരിമലയ്ക്ക് പോകുന്നത് KSRTCയുടെ 50% വരുമാനം ഈ യാത്രയിൽ തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ ട്രെയിൻ സർവീസിൻ്റെ യാത്രയും ബസ് സർവീസിൻ്റെ യാത്രയും ഈ ഹിന്ദുക്കളുടെ പിൽഗ്രിമേജ് കൊണ്ടാണ് എന്നുള്ളത് സത്യാവസ്ഥയാണ്. ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിയാൽ അറിയും. ബാക്കിയൊക്കെ ജോലിക്കാർ പോയി കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അവർ വരുന്നുള്ളൂ വീട്ടിലേക്ക്. നാട്ടിലേക്ക് വരുന്നത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ മിക്കവാറും ആൾക്കാർ വരുള്ളൂ, 90% ആൾക്കാരും. പിന്നെ ബിസിനസ് യാത്രക്കാരാണ്. ബാക്കിയെല്ലാം ഈ പിൽഗ്രിമേജ് ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ഇതിൽ എത്ര വരുമാനം ഗവൺമെൻറ്റിനും മറ്റുള്ള പബ്ലിക് സൊസൈറ്റിനൊക്കെ ബെനിഫിറ്റ് ആവണം എന്നുള്ളത് ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തത് വരുന്നു, ഈ ബെനിഫിറ്റ് കൊണ്ട് നമ്മൾ ഇനി അടുത്ത നമ്മുടെ ഉത്സവങ്ങൾ, ലോക്കൽ ഉത്സവത്തിൽ എന്താണ്, ലോക്കലായിട്ടുള്ള ആൾക്കാരെ കളക്ഷൻ ചെയ്തിട്ട് അവിടെ വെടിക്കെട്ട് ആൾക്കാർക്ക്, പടക്ക കച്ചവടക്കാരന്, ഹൽവ കച്ചവടക്കാരന്, എണ്ണ കച്ചവടക്കാരന്, ചന്ദനത്തിരി കച്ചവടക്കാരന്, ലോക്കലായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക എത്ര കച്ചവടമാണ് ഉണ്ടാകുന്നത്. ഇത് കൂടാണ്ടാണ് അവർക്ക് പ്രോത്സാഹനം കിട്ടാനും ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ പടക്ക പൊട്ടുകയാണ് എൻ്റർടൈൻമെൻറ്റ്. ഇത് കൂടാണ്ട് കൊട്ടുകാർ വന്നിട്ട് സന്തോഷിപ്പിക്കണം, സ്റ്റേജ് ഷോ നടത്തിയിട്ട് സന്തോഷിപ്പിക്കണം. ഇതിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഊണും. അപ്പോൾ സംഭവിക്കുന്നത് ടോട്ടലായിട്ട് എന്താണ്, ടോട്ടൽ എൻ്റർടൈൻമെൻറ്റ്. എല്ലാവർക്കും ശാന്തിയും സമാധാനം. മാത്രമല്ല ഒരു തീവ്ര ചിന്തയുടെ ഒരു സാഹചര്യങ്ങളും അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ അമ്പലങ്ങളും ഉത്സവങ്ങൾ കാരണം ഉണ്ടാവുന്നത് എന്നുള്ളത് ഗവൺമെൻറ് പ്രത്യേകിച്ച് ഓർക്കണം. ഇനി വരുന്നു അടുത്ത കാര്യങ്ങൾ. ഒരു ക്രിസ്ത്യൻ പള്ളി, ഒരു മുസ്ലിം പള്ളി, അത് വന്നാൽ എന്താണ് ബെനിഫിറ്റ്? സൊസൈറ്റിക്ക് ഒരു ബെനിഫിറ്റും ഇല്ല, ഗവൺമെൻറ്റിന് ബെനിഫിറ്റും ഇല്ല. പിന്നെ എന്തിനു നമ്മൾ ലൈസൻസ് കൊടുക്കണം എന്നുള്ളത് ഗവൺമെൻറ്റിന് ചിന്തിച്ചൂടെ? കാരണം സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇത് കാരണം കാര്യമായിട്ടൊന്നുമില്ല. മാത്രമല്ല ടാക്സ് കാര്യമായിട്ട് ഇവരുടെ നിന്ന് പിരിച്ചെടുക്കണമില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതിനെപ്പറ്റിയിട്ട് കുറച്ച് സ്റ്റഡി ചെയ്യാനുണ്ട്. പക്ഷേ ഇവരുടെ ഒരു വർഗത്തിനെ മാത്രം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു പള്ളി കെട്ടിയിട്ട് നമുക്ക് ഗവൺമെൻറ്റിന് ഒരു ബെനിഫിറ്റില്ല. അത് തീവ്ര ചിന്തയിലേക്ക് പോകാനുള്ള വഴികളാണത്. അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഇപ്പം നോക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക് വളരെയധികം എടുത്തിട്ട് ബെനിഫിറ്റുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് ഒരു പദ്ധതി ഇടണം. അവർ അയോധ്യ ടെമ്പിൾ വന്നു, 1,150 കോടി അവരുടെ കളക്ഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കളക്ഷൻ വന്നു പോയപ്പോൾ 2,500 കോടി കവിഞ്ഞു. അവസാനം എല്ലാവരും വിളിച്ച് പറയേണ്ടി വന്നു അത് ബ്ലോക്ക് ചെയ്യണം, ഇനി സംഭാവന ആവശ്യമില്ല എന്ന്. അവർക്ക് എക്സ്ട്രാ 1,350 കോടി എക്സ്ട്രാ കിട്ടിയത് എന്ത് പറ്റി? അത് ഗവൺമെൻറ്റിലേക്ക് വന്നു. റോഡ് വികസനത്തിന് അയോധ്യ ടെമ്പിളിലേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള റോഡുകൾ അപ്പോൾ വീട് പൊളിക്കണം, അപ്പോൾ ഒരു വീട് കെട്ടാനുള്ള സംവിധാനം വേണം. ഇതിനൊക്കെ എക്സ്ട്രാ കാശ് ഒരാളെയും ഉപദ്രവിക്കാണ്ട്, ഒരാളെയും ശല്യപ്പെടുത്താണ്ട് അത്രയ്ക്കും പണം വന്നു. മനുഷ്യൻ എന്താണ്, ദൈവത്തിനോടുള്ള ഒരു പ്രാർത്ഥന കൊണ്ട് മനുഷ്യൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഭീഷണി വേണ്ട, ഒന്നും പോയിട്ട് ഒരാളെയും പോയിട്ട് വീടാൻ നേരം കയറിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കളക്ഷൻസും വരുന്നു. അതോടുകൂടിയിട്ട് അവിടെ സംഗതി മുഴുവൻ ഭംഗിയായിട്ടാണ് അവസാനിക്കുന്നത്. ഇത് നോക്കൂ, നിങ്ങളുടെ സാമ്പത്തിക ഘടനയ്ക്ക് എത്രയാണ് പുഷ് കൊടുക്കുന്നത്. ഒരു സാമ്പത്തിക ഘടനയ്ക്ക് വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് പിൽഗ്രിമേജും ഫെസ്റ്റിവൽസും. ഇത് നടത്താണ്ട് വെറും പള്ളി മാത്രം കെട്ടിയിട്ട് എൻ്റെ സമൂഹം മാത്രം നന്നാവണമെന്നുള്ള ഒരു വർഗ്ഗബോധം കുത്തിക്കയറ്റുന്നത് നമ്മുടെ രാജ്യത്തിന് ദോഷമാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിംഗ്. സീ യു ലേറ്റർ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്യൂ. ഓക്കെ, ബൈ.